അപ്പോൾ പോർട്ടീസുകാർ വന്ന 1517 അവർ കേൾക്കാനിടയായി മൈലാപ്പൂർ തോമാശ്ലീഹയുടെ കബറിടമുണ്ടെന്ന്. അതുവരെ പാശ്ചാത്യ ലോകത്തിന് അറിയില്ല തോമാശ്ലീഹയുടെ കബറിടം മൈലാപ്പൂരുണ്ടെന്നുള്ള കാര്യം. മാർക്കോ പോളോ എഴുതിയെങ്കിലും അത് ആൾക്കാർ വിശ്വസിച്ചിരുന്നില്ല. അപ്പം തോമാശ്ലീഹയുടെ കബറിടം അത്രയും ഉണ്ടെന്നുള്ള വിവരം ഈ നമ്മൾ 4, 5, 6 നൂറ്റാണ്ടിലുണ്ടെങ്കിലും തോമാശ്ലീഹയുടെ കബറിടത്തിൻ്റെ ഭാഗം ഭൗതിക അംശം എദേസയിൽ നിന്ന് ഓർത്തോണയിലേക്ക് കൊണ്ടുപോയി അത് ഇറ്റലിയിലാണ് എന്ന ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ പറഞ്ഞു ഇവിടെ തന്നെ തോമാശ്ലീഹ കബറിടം കേൾക്കണേ, അതിവിടെയുണ്ട്. അങ്ങനെയാണ് 1521 ആ ഭാഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് പോർട്ടുഗീസുകാർ തീരുമാനിക്കുകയും 1523 ആ പ്രദേശം മൊത്തം അവർ കുഴിച്ചെടുത്തു, എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിനകത്ത് തോമാശ്ലീഹയുടെ അതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ തലയോട്ടിയുടെ ചില ഭാഗങ്ങൾ, വേറൊരിടത്തിനകത്ത് ഈ കുന്തത്തിൻ്റെ ചില അംശങ്ങൾ, വേറെ ചിലടത്ത് ഇഷ്ടികകൾ. ആ ഇഷ്ടികകൾ പട്ടണത്തിൽ നിന്ന് മരിക്കമേടുന്നു. രണ്ടും റോമൻ കച്ചവട കാലഘട്ടത്തിലെ ഇഷ്ടികളുടെ വലിപ്പമുള്ള അതേ അളവിലുള്ള ഇഷ്ടികൾ ഈ ഇവിടെ നിന്ന് മൈലാപ്പൂരിൽ നിന്ന് പോർട്ടുഗീസുകാർ കണ്ടെത്തുകയുണ്ട് 1523. അപ്പോൾ അത് തോമാശ്ലീഹയുടെ കബറിടമാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും തെളിവുകളാണ്. അവിടെയാണ് സാന്തോം കത്തീഡ്രൽ പിന്നീട് ഉയർത്തപ്പെടുകയും ചെയ്തത്. അപ്പോൾ മൈലാപ്പൂർ ചെന്ന് കഴിയുമ്പോൾ ഈ 3 സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടാണ്: ചിന്നമല, പെരിയമല, പിന്നെ തോമാശ്ലീഹയുടെ ഭൗതിക അവശിഷ്ടം നിൽക്കുന്ന ആ ഒരു കത്തീഡ്രൽ, സാന്തോം കത്തീഡ്രൽ. അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ നിന്ന് കിട്ടിയ ഈ ഇതെല്ലാം കൂടെയും ഗോവയ്ക്ക് അടുത്തുള്ള, ഗോവയിൽ തന്നെയുള്ള റീബന്താർ എന്ന് പറഞ്ഞാൽ പഞ്ചിമിൻ്റെയും ഓൾഡ് ഗോവയുടെയും നടുക്കുള്ള സ്ഥലമാണ്. റീബന്താർ എന്നാണ് ഒറിജിനൽ പേര്, ഇപ്പോൾ റീബന്താർ എന്നറിയപ്പെടുക. അവിടുത്തെ പള്ളികളിലാണെന്ന് നിക്ഷേപിച്ചായിട്ട് പോർട്ടീസ് രേഖകളിൽ കാണുക. പോർട്ടീസുകാർ കണ്ടെത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ. അന്ന് പ്രധാനപ്പെട്ട പള്ളികളൊന്നാണ് റീബന്താർ പള്ളികൾ. അപ്പോൾ അങ്ങനെ മൈലാപ്പൂരിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു ക്രൈസ്തവ സാന്നിധ്യം, ആ ക്രൈസ്തവ സാന്നിധ്യം രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ തോമാശ്ലീഹ അവിടെ വെച്ച് ഒന്നെങ്കിൽ ആകസ്മികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് വിശ്വാസം ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തിൻ്റെ നിലകൊണ്ടതിൻ്റെ പേരിലാകാം. കാരണം നമുക്ക് പല നറേറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഏത് നറേറ്റീവാണ് ഏറ്റവും ശരി നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. പക്ഷേ അവിടെ രക്തസാക്ഷിത്വം മരിച്ചു എന്നുള്ള എല്ലാ നറേറ്റീവ്സും പറയുക. അത് തെളിയിക്കുന്ന ഒരു കബറിടം അവിടെയുണ്ട്. ആ കബറിടം തുടർച്ചയായിട്ട് ആളുകൾ സന്ദർശിക്കുന്ന കബറിടമാണ്. ആ കബറിടം 4-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ തൊട്ട് എങ്കിലും നമ്മുടെ സുറിയാനി രേഖകളിലും നമ്മുടെ പാശ്ചാത്യ രേഖകളിലെല്ലാം തീർത്ഥാടകർ സ്ഥിരം വരുന്നതായിട്ട് അവർ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രിഗോറിയോ ടൂൾസ് എന്ന് പറയുന്നത് ഈ മെറവിഞ്ചിയൻ രാജാക്കന്മാരെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ കൃതി എഴുതിയ ബിഷപ്പാണ് ടൂറിലെ ഗ്രിഗറി മെത്രാൻ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇന്ന് സെക്യുലർ ഹിസ്റ്റോറിയൻസ് മെറവിഞ്ചിയൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആധികാരിക ഗ്രന്ഥം. അദ്ദേഹം പറയുന്നത് തോമാശ്ലീഹ കബറടങ്ങിയിരിക്കുന്നത് ഈ കലാമിനെയാണ്, പറഞ്ഞാൽ മൈലാപ്പൂര്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രാൻസിസ് സേവിയർ തന്നെ വ്യക്തമാക്കിയായിരുന്നു കലാമിനെയും മൈലാപ്പൂർ ഒന്ന് തന്നെയാണെന്ന് വ്യക്തമാക്കിയുണ്ടായി. അപ്പോൾ അവിടെ ഒരു ആശ്രമം, ഒരു പള്ളിയുണ്ട്, ഒരു ആശ്രമമുണ്ട്. അത് സുറിയാൻ രേഖകളിൽ ബത്തൂമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബത്തൂമ എന്ന ഹൗസ് ഓഫ് തോമസ് എന്ന പേരിൽ, തോമസിൻ്റെ ഹൗസ്. അപ്പോൾ അവിടെ മൊണാസ്ട്രി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ തിരി കത്തിക്കുന്നുണ്ട്, എന്നും തിരി കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഗ്രിഗോറിയോ ടൂൾസിന് കിട്ടിയത് തെയോദോറസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. രേഖകളും അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ഇന്ന ആളിൽ നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ചുമ്മാ ഊഹ എഴുതുന്നതല്ല. അപ്പം സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ആ സോഴ്സ് പറയുന്നത് തെറ്റാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഈ തെയോദോറസൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ സോഴ്സിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അത് വെച്ച് തോമാശ്ലീഹയുടെ കബറിടം അവിടെ നിൽക്കുന്നത്. അവിടെ പള്ളിയുണ്ട്, അവിടെ മൊണാസ്ട്രി ഉണ്ട്, അവിടെയൊന്നും തിരി കത്തിക്കുന്ന പാരമ്പര്യമുണ്ട്. ഇത് 594 ഗ്രിഗറി മെത്രാൻ മരിക്കുന്നത്. ഈ കാര്യം ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇല്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രേഖകൾക്കെല്ലാം വിശ്വസനീയതയുണ്ട്. ഈ ക്രെഡിബിലിറ്റി, നമ്മൾ സോഴ്സുകളുടെ ക്രെഡിബിലിറ്റിയാണ് ഒരു വസ്തുത ചരിത്രപരമായിട്ട് എടുക്കണോ തീരുമാനിക്കാൻ സഹായിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ രേഖകളെല്ലാം ക്രെഡിബിൾ സോഴ്സുകൾ വെച്ചിട്ടാണ്. ഞാൻ വെറുതെ ഊഹാപോഹം പറയുന്ന വെച്ചുകളല്ല. ഈ പറയുന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇവരെല്ലാം അത് ചരിത്രത്തിലെ ഏറ്റവും ആധികാരികമായി പറഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ സെക്യുലർ ഹിസ്റ്റോറിയൻസ് അംഗീകരിക്കപ്പെട്ടവരുടെയോ
സോഴ്സുകൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ച് അദ്ദേഹം തിരി കത്തിക്കുന്ന പാരമ്പര്യം 16-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ മാർക്കോപ്പോള പറയുമ്പോഴുണ്ട്. 1292 വന്ന് സന്ദർശിക്കുമ്പോൾ 1516 സംഭവിച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡുവാർട്ട ബർബോസ കൊച്ചിയിലുണ്ടായിരുന്നു. ദീർഘകാലം കണ്ണൂരിലെ പോർട്ടുഗീസ് ഫാക്ടറിയുടെ ചുമതലയായിരുന്നു. അദ്ദേഹം മൈലാപ്പൂർ സന്ദർശിച്ചിട്ട് അദ്ദേഹം പറയുന്നത് അവിടെ ക്രൈസ്തവരുണ്ട്, പക്ഷേ അധികം പേരില്ല, പള്ളി അതിന് ശ്രദ്ധിക്കുന്നില്ല. അവിടെ കബറിടത്തങ്ങളിൽ വിളക്ക് കത്തിക്കുന്ന പതിവുണ്ട്, പക്ഷേ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു മുസ്ലിം പയ്യനാണ് ഇപ്പോൾ തിരി കത്തിക്കുന്നത്. പാരമ്പര്യ ആളുകൾ ഈ മുസ്ലിം പയ്യൻ അവിടെ മുസ്ലിം എത്തി, പക്ഷേ ഈ കബറിടത്തങ്ങൾ തിരി കത്തിക്കുന്ന പതിവ് കൊണ്ട് നമ്മൾ കത്തിക്കുന്നതാണ്. ഈ അവിടുത്തെ സോഷ്യൽ ഗ്രൂപ്പ് മാറി, പക്ഷേ ഇത് വിശുദ്ധമായ ഒരു വ്യക്തിയാണെന്ന് കണ്ടുകൊണ്ട് വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുക. തീർന്നു പോവുക. അത് കുറച്ച് നാളത്തേക്ക് കത്തിച്ചിരുന്നാണ് ബർബോസയുടെ വിവരണത്തിൽ. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അത് പോർട്ടുഗീസുകാർ ഏറ്റെടുത്തിട്ട് അത് വീണ്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് പിന്നെ ചാപ്പലാക്കി ഉയർത്തി പഴുതെല്ലാം പുതുക്കി പുതിയ പള്ളിയായിട്ട് പണിയുകയും അതിന് ഉയർത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച് ഈ കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷനാണ്, കോൺസിസ്റ്റൻസിയാണ്. ഈ പാരമ്പര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞിട്ട് പുതുണ്ടാക്കുന്നതല്ല. ആ പാരമ്പര്യ തുടർച്ച സൂചിപ്പിക്കുന്നതിന് സത്യമുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ചരിത്ര യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതാണ്.